ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. രാവിലെ തന്നെ എന്നിട്ടിപ്പോൾ അതിന് വേണ്ടി അച്ചിങ്ങ എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പുഴു ഉണ്ടെങ്കിൽ അത് തന്നെ പുറത്തേക്ക് വരും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അച്ചിങ്ങയും കൂടി അരിഞ്ഞ് ആഡ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു. ശേഷം അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു, വെളുത്തുള്ളി ഇട്ടു, വേപ്പില ഇട്ടു. വെളുത്തുള്ളി ഞാൻ ആദ്യം ഇടും കേട്ടോ. സോ എനിക്കിത് മൊരിയുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ശേഷമാണ് പച്ചമുളകും ഇതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി ഇട്ട് എടുക്കുന്നത്. അതിനും കൂടി വേണ്ടി വഴന്നു വരാനുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴന്നു വന്നപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഇവിടെ ചതച്ച മുളക് ഇടിച്ച മുളക് എന്നൊക്കെ പറയും, അങ്ങനെ ആ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വാട്ടിയെടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അച്ചിങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അച്ചിങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ. പിന്നെ മെഴുക്കുരട്ടി വെക്കുമ്പോഴത്തേക്കും അച്ചിങ്ങയ്ക്ക് ഉപ്പ് പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പൊടിക്ക് വെള്ളം ഒഴിക്കും കേട്ടോ, അതിൻ്റെ ഉള്ളിയിട്ടൊക്കെ ആ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പൊത്തി വെച്ച് വേവിക്കണം എന്നാണ് അമ്മുമ്മ പണ്ട് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് മൂടി വയ്ക്കും. മൂടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ട് പാത്രം ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പരിപ്പേറി വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയില്ലാതെ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചിങ്ങ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കും കേട്ടോ. ഇപ്പോഴാണ് ആ ഒരു ബ്രൗൺ കളറൊക്കെ അതിന് വരിക. അതിനുശേഷം നമ്മൾ ലഞ്ചങ്ങ് സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കറിയും പിന്നെ തേങ്ങയില്ലാത്ത മാങ്ങാ ചമ്മന്തിയും അച്ചാറും അച്ചിങ്ങയൊക്കെ കൂട്ടി നല്ലൊരു ഊണങ്ങ് കഴിച്ചു.